തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എടോ, നിന്നെയാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഓ എന്റെ വിനയേട്ട, വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. എനിക്കിപ്പോ ഒന്നും പറയാനല്ല തോന്നുന്നു. നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിനയേട്ട. വന്ന് സ്ഥലകാല ബോധം പോലും നിങ്ങക്ക് നഷ്ടപ്പെട്ടോ? ജീവിതത്തിൽ നിങ്ങക്ക് ഇത് മാത്രം മതിയോ? അതിന് ഞാൻ നിന്നെ വേറൊന്നും ചെയ്തില്ലല്ലോ. പെട്ടെന്നുണ്ടായൊരു തോന്നല് ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കി. അത് ഇത്ര വലിയ പാതകമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് അതൊരു പാതകമൊന്നും ആയിരിക്കില്ല, നേരം പോക്കായിരിക്കും. പക്ഷേ നിങ്ങളുടെ നേരം പോക്കിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയുടെയും തെളിവുകളാ എന്റെ 3 മക്കള്. അങ്ങനെ ഞാൻ വിശ്വസിക്കും. ഈ ജീവിതത്തിലെ അവർക്ക് ജന്മം നൽകിയതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? എപ്പോഴും മക്കളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാനല്ല നിങ്ങക്ക് നേരം, കെട്ടിപ്പിടിക്കാനും കിന്നാരം പറയാനോ. സ്വന്തം വീടിന്റെ പ്രമാണം ബ്ലേഡ് കമ്പനിക്കാരുടെ കയ്യിലാ. അത് അറിഞ്ഞത് മുതൽ തീച്ചൂളല് നിൽക്കുന്ന പോലെയാ ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, ഇനി തെളിയേയില്ല. നിന്നെ പോലെ പലതും എണ്ണി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അതിലേക്കൊന്നും ഇനി പോകണ്ടെന്ന് വെച്ചിട്ടാ. നിനക്ക് 3 മക്കളെ പ്രസവിക്കേണ്ടി വന്നത് ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തിട്ടൊന്നുമല്ലോ. ഞാൻ കെട്ടിയ താലി തന്നെയല്ലേ നിന്റെ കഴുത്തിലുള്ളത്. അതുകൊണ്ട് ഭാര്യയോട് ഭർത്താവിന് എന്തു ആവാന്നാണോ? ഞാൻ പഴയതൊന്നും എണ്ണി തുടങ്ങിയിട്ടില്ല. എണ്ണിക്കാതിരിക്കുന്ന നിങ്ങക്ക് നല്ലത്. എങ്കി നമുക്ക് പഴയ കളി വീണ്ടും തുടങ്ങാം. വിനയൻ അതിന് മടിയൊന്നുമില്ല. മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ലാന്ന് വെച്ചാൽ ഞാനെന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എവിടെയാ നന്നായത്? ഇതുവരെ ഞാൻ വിചാരിച്ചത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിക്കുമെന്നാ. അയ്യോ, ഇപ്പൊ എനിക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് എനിക്കിപ്പോ നല്ല ആശങ്കയുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയാലേ നിങ്ങളുടെ കയ്യിൽ അവർ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. പിന്നെ എന്റെ മക്കളുടെ തലയെഴുത്ത് തീരുമാനിക്കുന്നത് നീയാണല്ലോ. എന്റെ ബിസിനസിനെ കുറിച്ചും അതിന്റെ ഭാവിയെ കുറിച്ചും എനിക്ക് വ്യക്തമായ കണക്കൂട്ടലുണ്ട്. അതിലൂടെ നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പിന്നെ ആദ്യമേ നിങ്ങൾ ഈ വീടിന്റെ പ്രമാണം തിരിച്ചെടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെട്ട് ഈ കുടുംബം മുഴുവൻ പെരുവഴിയിലാവും. എന്റെ മക്കളെ എന്തായാലും ഞാൻ അതിന് വിട്ടുതരില്ല. വാമന മോമ്പ കരണ്ട മക്കൾ കരണ്ട കേട്ടോ. ഇല്ല ഓ അമ്മ, മോനെ പാല് കുടിച്ച് മതിയായില്ലെന്ന് തോന്നുന്നു. അവനെ ഒന്ന് എടുത്തോണ്ട് വരണേ. കരല്ല അയ്യോ കരല്ല അമ്മ, ഞാൻ നിങ്ങളിവിടെ നിന്ന് ഒഴിപ്പിക്കാനൊന്നും വന്നതല്ല. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഉചിതമായ മാർഗം കണ്ടെത്താൻ എൻ്റെ സഹായം എന്ന് നിങ്ങൾക്കുണ്ടാവും. ഇവിടെ തുടരുന്നത് ഒഴിച്ച്